മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായി എൽഡിഎഫ് സർക്കാർ പ്രവർത്തിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൽഡിഎഫ് സർക്കാരിന് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമുണ്ടാവില്ലെന്നും പിണറായി പറഞ്ഞു. ജനങ്ങളുടെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും എൽഡിഎഫിന്റേതെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം വിളമ്പിയാണ് പിണറായി വിജയൻ വാർത്താസമ്മേളനം ആരംഭിച്ചത്. മെയ് 24-നാണ് തന്റെ പിറന്നാളെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു സംസ്ഥാനത്തെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ വാർത്താസമ്മേളനം നടത്തിയത്. സന്തോഷത്തിന്റെ സസ്പെൻസ് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്ന ചോദ്യം ഉന്നയിച്ച ഒടുവിൽ പിണറായി തന്നെ അത് പൊളിച്ചു. ഇന്നാണ് എന്റെ പിറന്നാൾ. അത് രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. ഔദ്യോഗിക രേഖ അനുസരിച്ച് 21/3/44. എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10-നാണ് ജനനം. അതായത് 45 മെയ് 24. മധുര വിതരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വിശദീകരിച്ചു. മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും. ജാതി മത വ്യത്യാസമുണ്ടാകില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. കേരളത്തിൻ്റെതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരമേൽക്കുന്ന സർക്കാർ. ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഈ സർക്കാരിന് ആവശ്യമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്തി. നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ പേരുടെയും സ്നേഹസഹകരണം ഉണ്ടാകണം. വോട്ട് രേഖപ്പെടുത്തി ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് നിയുക്ത മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി. തന്റെ പേര് പറഞ്ഞ് അഴിമതി നടത്താനായി രംഗത്തെത്തുന്നവർക്ക് പിണറായി വിജയന്റെ വക താക്കീത് ഇത്തരത്തിലായിരുന്നു. ഞാൻ നാളെ മുഖ്യമന്ത്രിയാവും. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NCPയിൽ നിന്ന് AK ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. എലത്തൂരിൽ നിന്നുള്ള MLA ആണ് AK ശശീന്ദ്രൻ. ഏത് വകുപ്പും സ്വീകാര്യമാണെന്നും ഉഴവൂർ വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AK ശശീന്ദ്രനായിരിക്കും LDF മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധി. വകുപ്പ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളെയാണ് അതിൻ്റെ ചർച്ച. ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ടല്ലോ, കൃഷി, ജലസേചനം, അങ്ങനെയൊക്കെയുള്ള വരുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന വകുപ്പ് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയുന്നു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4-നാണ് സത്യപ്രതിജ്ഞ. അതേസമയം സത്യപ്രതിജ്ഞാ വേദിയിലെ ഒരുക്കങ്ങൾ തകൃതിയാവുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം തകൃതിയാവുകയാണ്. ഈ വേദിയിലാണ് മന്ത്രിമാരെല്ലാം തന്നെ സത്യവാചകം ഗവർണർ ചൊല്ലുന്നതനുസരിച്ച് ഏറ്റുചൊല്ലുക. 50,000-ലധികം പേർക്ക് ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും വിധമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനോട് അടുത്തുള്ള ഭാഗമാണ് വേദി. ഇവിടെ 50,000 പേർക്ക് നേരിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനാകും. സദസ്സിന്റെ മുൻനിരയിൽ VVIPകൾക്കും VIP-കൾക്കുമുള്ള ഇരിപ്പിടമാണ്. മഴ സാധ്യത കണക്കിലെടുത്ത പ്രധാന വേദിയുടെ മുൻഭാഗത്തും ഗ്യാലറിയിലും പന്തലിടുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ പേർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണാനായി വലിയ LED-കളും ക്ലോസ്ഡ് സർക്യൂട്ട് TV-കളും സജ്ജീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തും. വൈകുന്നേരം 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്.
ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മറ്റ് 18 മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർക്ക് ഗവർണർ രാജ്ഭവനിൽ സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഈ വിരുന്നിന് ശേഷം മന്ത്രിമാരെല്ലാം സെക്രട്ടേറിയറ്റിലെത്തി ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. തലസ്ഥാന നഗരത്തെ ആവേശത്തിലാക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരിക്കും ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയം വേദിയാവുക. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരുമാൻ. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷി കുടീരത്തിലും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തും. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ വൈകിട്ട് 4 മണിക്കും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ വൈകിട്ട് 5 മണിക്കുമാണ് പുഷ്പാർച്ചന. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായാണ് പുഷ്പാർച്ചന നടത്തുന്നത്. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കാനായി ആലപ്പുഴയിലെത്തി KR ഗൗരിയമ്മയെയും ഇവർ സന്ദർശിക്കും. UDF സർക്കാരിന്റെ അഴിമതികൾ അന്വേഷിക്കുമെന്ന് നിയുക്ത മന്ത്രി VS സുനിൽകുമാർ. മെത്രാൻ കായൽ നികത്താൻ ഉത്തരവ് നൽകിയതടക്കം പരിശോധിക്കും. LDF ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങളല്ലെന്ന് തെളിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരു സംശയം വേണ്ട. ഈ മെത്രാങ്കായലാണെങ്കിലും ഈ കള്ളസ്വാമി സന്തോഷ് മാധവന് ഭൂമി പതിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാവും. അത് UDF ഗവൺമെന്റ് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുക്കാൻ ഇടയാക്കിയുള്ള സാഹചര്യം എന്താണെന്നുള്ളത് LDF ഗവൺമെന്റ് തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പോൾ ഈ സർക്കാരിന്റെ ഭൂമി പതിച്ചു കൊടുത്ത നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ അവസാന മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പൊതുവായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ഗവൺമെന്റിലെ മന്ത്രിമാരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യമില്ല. ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്ന് MAS പ്രസിഡന്റ് ഫസൽ ഗഫൂർ. പിണറായിക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജാതിമത വർഗ ചേരിതിരിവിനൊക്കെ അപ്പുറത്ത് വ്യത്യസ്തമായ ഒരു കേരളത്തെ സ്വപ്നം കാണുകയാണ് കേരളീയ ജനത. അതുകൊണ്ടുതന്നെ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രതീക്ഷകളും ഉണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ മതമൌലികവാദവും വളർന്നുവരുന്ന സാഹചര്യത്തിൽ അത് തടുക്കാൻ പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസമാണ് MAS പ്രസിഡന്റ് ഫസൽ ഗഫൂർ പങ്കുവയ്ക്കുന്നത്. വളർന്നുവരുന്ന വർഗീയ ധ്രുവീകരണത്തെ തടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് കേരളത്തിൽ പിണറായിക്ക് മുൻപിലുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ മതമൂല്യവാദം, ഇത് രണ്ടിനെയും എതിരായിട്ടുള്ള പോരാട്ടം നടത്തി അതിന് മുന്നിൽ നിന്ന് പയറ്റിയിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ. ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് സെമിനാറുകളും ഒരുപാട് സിമ്പോസിയങ്ങളും മറ്റുള്ള മക്കളൊക്കെ ഈ വർഗീയതയ്ക്കെതിരായിട്ട് നടത്തി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിന് കഴിയും, അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഏറ്റവും മുഖ്യമായിട്ട്. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് വലിയ ആശ്വാസം പകരുന്നുവെന്നും MAS പ്രസിഡന്റ് കൂടിയായ ഫസൽ ഗഫൂർ പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള വ്യക്തി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആരും ജാതി മതം അല്ലെ അങ്ങനത്തതൊന്നും തൊട്ട് തീണ്ടാത്ത ആളാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ സാമ്പത്തികമായ ഏറ്റക്കുറിച്ചിൽ പോലും നോക്കാത്ത ആളാണ്. അഴിമതി ആരോപണങ്ങൾ, വിദ്യാഭ്യാസ രംഗം, വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം പുതിയ മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം ഇന്ന് ചേരും. ഘടകകക്ഷികളുടെ സീറ്റുകളിൽ കോൺഗ്രസിന്റെ സഹകരണം സംബന്ധിച്ച് പരാതികൾ ഉയർന്നേക്കും. തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്താനാണ് സാധ്യത. കേരള കോൺഗ്രസ്, മാണി എന്നിവർ ഒഴികെ എല്ലാ ഘടകകക്ഷികൾക്കും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കോൺഗ്രസ് സഹകരണം സംബന്ധിച്ച് എല്ലാ പാർട്ടികൾക്കും പരാതിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ UDF ഉന്നതാധികാര സമിതി എന്ന നിലയിൽ ഏറെ നിർണായകമാണ് ഇന്നത്തെ യോഗം. തിരുവമ്പാടി, താനൂർ മണ്ഡലങ്ങളെക്കുറിച്ച് ലീഗും തിരുവല്ലയിലെ PJ കുര്യന്റെ നിലപാടിൽ മാണി വിഭാഗവും പരാതി ഉയർത്തിയേക്കും. JDU, RSP എന്നീ പാർട്ടികളും കോൺഗ്രസ് സഹകരണത്തിൽ തൃപ്തരല്ല. നിലമ്പൂരിലേതടക്കമുള്ള തോൽവി ഘടകകക്ഷികളുടെ സഹായമില്ലാത്തതുകൊണ്ടാണെന്ന ആക്ഷേപം കോൺഗ്രസ് നേതൃത്വവും ഉയർത്തിയേക്കും. എന്നാൽ വിശാലമായ ചർച്ചകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ KPCC നിർവാഹക സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നെങ്കിലും വിശദമായ ചർച്ച പിന്നീട് നടത്താനാണ് തീരുമാനിച്ചത്. സമാനമായ രീതി UDF യോഗത്തിലും പിന്തുടരാനാണ് സാധ്യത. പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ രൂപീകരിക്കാൻ തീരുമാനിക്കുകയായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അഭിപ്രായവും യോഗത്തിൽ ആരാഞ്ഞേക്കും. വൈകിട്ട് 4 മണിക്ക് KPCC ആസ്ഥാനത്താണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ജനപക്ഷ വികസനം നടപ്പിലാക്കുകയാണ് തന്റെ പ്രഥമ അജണ്ടയെന്ന് നിയുക്ത മന്ത്രി AK ശശീന്ദ്രൻ പീപ്പിൾ ടിവിയോട്. സാധാരണക്കാരുടെ ഉന്നമനമാണ് തന്റെ കണ്ണിലെ വികസനമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അപ്പോൾ LDF ശ്രദ്ധിക്കേണ്ടത് ഈ ജനപക്ഷ സമീപനം വരും നാളുകളിൽ ജനങ്ങൾക്ക് ബോധ്യമാകും വണ്ണം പ്രാവർത്തികമാക്കണം എന്നതിലാണ്. രണ്ടാമതൊരു കാര്യം വന്നിരിക്കുന്നത് ജനപക്ഷ വികസനം എന്നതാണ് LDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ജനപക്ഷ വികസനത്തിൻ്റെ മാതൃക എന്താണ്? അത് സംബന്ധിച്ച് എനിക്കും LDFനും ഒരു കാഴ്ചപ്പാടുണ്ട്. വികസനത്തിൻ്റെ ആദ്യത്തെ ഗുണഭോക്താവ് ആര് എന്നതിൽ നിന്നാണ് വികസനത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഗ്രാമീണ ജനതയ്ക്ക് തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനം, അതാണ് യഥാർത്ഥ വികസനം. എന്നാൽ അത് മാത്രമാണ് എന്നൊരു വരട്ടുവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പൗരന് എൻ്റെ കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തോന്നൽ ഒരു പൗരനുണ്ടാകുമ്പോൾ അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു മുന്നണിയുടെയും വിജയം എന്ന് കരുതുന്നയാളാണ് ഞാൻ. അസമിൽ സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി BJP മന്ത്രിസഭ അധികാരമേൽക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ എന്നിവരടക്കമുള്ള കേന്ദ്ര നേതാക്കളെത്തും. സർക്കാരിന്റെ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കാൻ സോനോവാൾ ദില്ലിയിലെത്തി. മോദി, അമിത്ഷാ എന്നിവരുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനെ CBI ചോദ്യം ചെയ്തു. വിശ്വാസ വോട്ടിനായി വിമത MLA-മാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹരീഷ് റാവത്തിനെ CBI ചോദ്യം ചെയ്തത്. ദില്ലിയിലെ CBI ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. വിമത MLA-മാർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. നേരത്തെ CBIക്ക് മുൻപേ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഹരീഷ് റാവത്തിന് നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. OV വിജയന്റെ ഖസാക്കും ഇതിഹാസ കഥാപാത്രങ്ങളും കോഴിക്കോട്ടെത്തി. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ രംഗാവിഷ്കാരത്തിലൂടെയാണ് ഇതിഹാസ നോവലിലെ കഥാപാത്രങ്ങൾ ആസ്വാദകർക്ക് മുന്നിലെത്തിയത്. അരണ്ട വെളിച്ചത്തിൽ മെല്ലെ മെല്ലെ ഖസാക്കും മനുഷ്യരും തെളിഞ്ഞു വന്നു. കൂമൻകാവിൽ ബസ്സിറങ്ങിയ രവിയെ തസ്രാക്കിലേക്ക് നയിച്ച പോലെ അവർ ചൂട്ടിന്റെ വെളിച്ചത്തിൽ കാഴ്ചക്കാരെ വഴിതെളിച്ചു. പിന്നെ ഇടവേളകളില്ലാത്ത 3.5 മണിക്കൂറിനിടെ രവിയും മൊല്ലാക്കിയും നൈസാമലിയും അപ്പുക്കിളിയുമെല്ലാം മെല്ലെ മെല്ലെ കാഴ്ചക്കാർക്കിടയിലേക്ക് ഇറങ്ങി വന്നു. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ പ്രത്യേക സ്റ്റേജിലാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ കോഴിക്കോട്ടെ ആദ്യ രംഗാവിഷ്കാരം നടന്നത്. രവിയുടെ രൂപത്തിൽ ആധുനികത കടന്നെത്തുന്നതിനു മുമ്പുള്ള ഖസാക്കിലെ ജീവിതമാണ് ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത നാടകത്തിൽ അന്വേഷിക്കുന്നത്. ഖസാക്കിന്റെ പശ്ചാത്തലത്തിന് നാടകത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിലെ KMK കലാസമിതി ഒരുക്കിയ നാടകം റാസ്ബറി ബുക്സും മെഡിക്കൽ കോളേജ് യൂണിയനും ചേർന്നാണ് കോഴിക്കോട്ട് എത്തിച്ചത്. ചൊവ്വ ബുധൻ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണി മുതൽ നാടകം അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സരിത നായർ തന്നെ അറിയില്ലെന്ന് പറഞ്ഞതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്ന് സൂര്യ കൃഷ്ണമൂർത്തി. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദ വെളിപ്പെടുത്തലുകളിലൂടെ നിരവധി പ്രമുഖരുടെ ഉറക്കം കെടുത്തിയ സരിത എസ് നായർ സൂര്യ കൃഷ്ണമൂർത്തിയെ അറിയില്ലെന്ന് പറഞ്ഞതിനോട് പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. അവരോട് ആരോട് ചോദിച്ചു, സൂര്യ കൃഷ്ണമൂർത്തിയെ അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം. സാമൂഹിക പ്രവർത്തക ദയാബായ് മുഖ്യാതിഥിയായ സെമിനാറിൽ മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഭീന തമ്പി, പ്രിയ വർഗീസ്, കൂടാതെ സിസ്റ്റർ ലൂസി തുടങ്ങിയവരും പങ്കെടുത്തു. സ്ത്രീകളെ പലപ്പോഴും കെട്ടുകാഴ്ചകളായി നിർത്താനാണ് കലാ സാംസ്കാരിക സംഘടനകൾ താല്പര്യം കാട്ടുന്നതെന്ന് പ്രിയ വർഗീസ് പരാതിപ്പെട്ടു. സ്ത്രീകളെ തലപ്പിലെടുക്കാനോ അല്ലെങ്കിൽ കെട്ടുകാഴ്ചകളാക്കി നിർത്താതോ സംഘടനാ പ്രവർത്തനത്തിൽ നിങ്ങളോടൊപ്പം സ്ത്രീകൾ എന്തു വേഷം ധരിക്കണമെന്നുള്ളതുപോലും ചില മുൻധാരണകളോടെയാണ് സമൂഹം കാണുന്നതെന്ന് സെമിനാർ മോഡറേറ്റർ കൂടിയായ ബീന തമ്പി പറഞ്ഞു. സ്ത്രീ വിമോചനവാദികൾ നയം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സൂര്യ കൃഷ്ണമൂർത്തി തുടക്കം കുറിച്ചത്. എന്തിൽ നിന്നാണ് വിമോചനം എന്ന് നിർവചിക്കാൻ അറിയില്ലാത്ത കുറെ ആൾക്കാരാണ്.
സ്ത്രീയിൽ നിന്ന് തന്നെയാണോ വിമോചനം ആവശ്യപ്പെടുന്നത്, പുരുഷനിൽ നിന്നാണോ വിമോചനം ആവശ്യപ്പെടുന്നത്, അതോ സമൂഹത്തിൽ നിന്ന് തന്നെയാണോ വിമോചനം ആവശ്യപ്പെടുന്നത് എന്നറിഞ്ഞുകൂടാത്ത കുറച്ചു പേരുണ്ട്. അവര് സ്ത്രീ എന്ന വിഭാഗത്തിന് കളങ്കം ചാർത്തുന്നു. എന്നാൽ സ്ത്രീയെ ഒരു വ്യക്തിയായി കാണുവാൻ സമൂഹത്തിന് കഴിയണമെന്നായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ മുംബൈ കോർഡിനേറ്റർ കൂടിയായ പ്രിയ വർഗീസ് വാദിച്ചത്. എന്തുകൊണ്ട് ഒരു സ്ത്രീയെ നിങ്ങളുടെ അമ്മയോ പെങ്ങളോടായി കാണുന്നു? എന്തുകൊണ്ട് അവരെ ഒരു വ്യക്തിയായി കണ്ടുകൂടാ? എപ്പോഴും നമ്മൾ കാണുന്നത് പറഞ്ഞാൽ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നവളാണെന്നും സ്ത്രീകൾ നേടിയെടുക്കേണ്ടത് മനോബലമാണെന്ന് സൂര്യകൃഷ്ണമൂർത്തി വ്യക്തമാക്കി. സ്ത്രീകളെ അബലകളാക്കി വളർത്തുന്നത് പുരുഷന്മാരില്ലെന്നും സ്ത്രീകളാണ് ഈ തെറ്റ് തിരുത്തേണ്ടതെന്നും സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു. നീ അനുസരിക്ക് എന്ന് പറയുന്നത് ആണുങ്ങളല്ല പെണ്ണുങ്ങളാണ് എന്ന് ഓർക്കണം. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.